നിങ്ങൾ 20,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ട്, അതായത് ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ കുറച്ച് ഓപ്ഷൻസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ ലിസ്റ്റിൽ ഏത് മോഡലാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്, അതുപോലെ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിച്ച മോഡൽ ഇല്ലെങ്കിൽ അത് ഏതാണ് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് വിവോൻ്റെ സൈഡിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിവോൻ്റെ ക്യാമറ സ്മാർട്ട് ഫോൺ 20,000 രൂപ ബഡ്ജറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് വിവോ T2 5G എന്ന് പറയുന്ന മോഡലാണ്. ഏകദേശം നമുക്ക് 16,000 രൂപ ബഡ്ജറ്റിലാണ് ഫ്ലിപ്കാർട്ടിൽ ഇത് കിട്ടുന്നത്, ബേസ് മോഡൽ റാം വേരിയൻറ്റിന്. ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ ക്യാമറ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് 64 മെഗാ പിക്സലിൻ്റെ വിത്ത് OIS സപ്പോർട്ടറായുള്ള മെയിൻ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 1080p 30 FPS വരെയാണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നത്. കോൾകം സ്നാപ്ഡ്രാഗൺ 695 ആണ് ചിപ്സെറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് നല്ലൊരു AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നല്ലൊരു ബാറ്ററി ലൈഫും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഡേ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യാമറ നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആയുള്ള ഒരു ക്യാമറയാണ്. ഞാൻ വിവോൻ്റെ ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം ബെറ്റർ ആയുള്ള സെൽഫി ക്യാമറ, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്യാമറ എന്നൊക്കെ പറയുന്ന അത്യാവശ്യം വിവോൻ്റെ സൈഡിൽ നിന്ന് ബെറ്റർ ആയുള്ള രീതിയിലാണ് നമുക്ക് കിട്ടാറുള്ളത്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിലും നമുക്ക് 1080p 30 FPS വരെയാണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയുള്ള പെർഫോമൻസും കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലോഡ് വൈസും കാര്യങ്ങളും ഈ ഒരു മോഡലും വരുന്നുണ്ട്. മിക്ക സ്മാർട്ട് ഫോണുകളിലും ഞാൻ പറയുന്ന ലിസ്റ്റിൽ ബ്ലോഡ് വൈസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഈ ഒരു മോഡൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓവറോൾ ഈ ഒരു മോഡൽ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 17,000 രൂപ ബഡ്ജറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിനിക്സിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കാൻ പറ്റും. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇൻഫിനിക്സ് നോട്ട് 30 5G എന്ന് പറയുന്ന മോഡലാണ്. ഇതിനകത്ത് നമുക്ക് MediaTek 6080 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 5G ചിപ്സെറ്റാണ്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും വിത്ത് OIS സപ്പോർട്ടറായുള്ള ലെൻസും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ 2 MB ഡെപ്ത് ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു മോഡൽ നമുക്ക് 2K വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. 30 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും അതുപോലെ 1080p 30 FPS വരെയാണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നത്. നല്ലൊരു കിടിലൻ ഡിസൈൻ കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡീസൻ്റ് ആയുള്ള പെർഫോമൻസ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. പിന്നെ ലൗഡായുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. ക്യാമറ നോക്കുന്ന സമയത്ത് നല്ലൊരു ബെറ്റർ ആയുള്ള ക്യാമറ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ പറയുന്ന മോഡൽസിൻ്റെ കമ്പാരിസൺ വീഡിയോസ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക, അതായത് ക്യാമറേൻ്റെ മാത്രം. അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിയൽമിയുടെ സൈഡിൽ നിന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് റിയൽമി 10 Pro 5G എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഏകദേശം 18,000 രൂപ ബഡ്ജറ്റിലാണ് ഇത് വരുന്നത്. ആമസോണിലാണ് ഈ ഒരു റേറ്റും കാര്യങ്ങളും വരുന്നത്. അതുപോലെ ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതും 108 മെഗാ പിക്സലിൻ്റെ വിത്ത് OIS സപ്പോർട്ടറായുള്ള ലെൻസ് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് 2 MB ഡെപ്ത് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. 1080p 30 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ നമുക്കിനകത്ത് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1080p 30 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു ഹ്യൂജ് ആയുള്ള ബാറ്ററി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമുക്കിനകത്ത് ബെസൽലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു ഡിസൈൻ, അതായത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡിസൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ഡീസൻ്റ് ആയുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിയൽമി 10 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അപ്പം ഇതിൻ്റെ ക്യാമറ ടെസ്റ്റ് വീഡിയോസും കാര്യങ്ങളും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി പറയാൻ പോകുന്ന രണ്ട് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം ബെറ്റർ ആയുള്ള ക്യാമറ എന്ന് ഞാൻ പറയില്ല, കുറച്ച് ഈ പറഞ്ഞിരിക്കുന്ന ക്യാമറേനേക്കാൾ കുറച്ചുകൂടെ വേസ്റ്റ് ആയുള്ള ക്യാമറാസാണ് ഇതിൽ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ രണ്ട് മോഡൽ ചെക്ക് ചെയ്താൽ മതി. അതായത് ഐക്യൂൻ്റെ Z7S എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് ഏകദേശം 18,000 രൂപയാണ് ബഡ്ജറ്റും കാര്യങ്ങളും വരുന്നത്. ഇതിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് Z7 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു Z7Sൻ്റെ ക്യാമറ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ വിത്ത് OIS സപ്പോർട്ടറായുള്ള ക്യാമറയാണ്. ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1080p 30 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. കോൾകം സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന ആ ഒരു ചിപ്സിലാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാമറ നോക്കുന്ന സമയത്ത് ഒരു ഡീസൻ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ ഒന്നുമല്ല ഈ ഒരു മോഡലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലും ഭേദം Z7ൻ്റെ ആ ഒരു മോഡലാണ്, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയുള്ള ഒരു ക്യാമറയാണത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ചെക്ക് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് Z7 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് OnePlusൻ്റെ ഒരു സ്മാർട്ട് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഇതും അത്ര എന്താ പറയുക, ക്യാമറയിൽ അത്ര മെച്ചപ്പെട്ട ഒരു സ്മാർട്ട് ഫോൺ അല്ല. എങ്കിലും നിങ്ങൾക്ക് ഒരു OnePlusൻ്റെ സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. അതായത് OnePlusൻ്റെ OnePlus Nord C3 Lite 5G എന്ന് പറയുന്ന ഒരു മോഡലാണ്. 19,000 രൂപ ബഡ്ജറ്റും കാര്യങ്ങൾ ഇതിന് വരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കിട്ടുന്നത്. 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2 MB ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 2 MB മാക്രോ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. 1080p 30 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക്
16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ 1080p and 30 FPS ആണ് മാക്സിമം ഒരു ഷൂട്ട് ചെയ്യാൻ ഓപ്ഷൻ വരുന്നത്. നല്ലൊരു ഡിസൈൻ കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് നല്ലൊരു സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ഒരു ക്ലീൻ ആയുള്ള UI ആണ്, ഏകദേശം ഒരു ക്ലീൻ ആയുള്ള UI ആണ് വരുന്നത്. ക്യാമറ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ലിസ്റ്റിൽ പറഞ്ഞതിൽ അത്ര മെച്ചപ്പെട്ട ഒരു ക്യാമറ ഒന്നുമല്ല, എങ്കിലും ഒരു ഡീസൻ്റ് ആയുള്ള ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OnePlusൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു മോഡലാണ്. അപ്പം ടോട്ടൽ ഇത്രയാണ് ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഏതെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ മോഡൽസ് ഉണ്ടോ? ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച മോഡൽസ് ഇല്ലെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം, അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.